നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മോക്ഷത്രികോണങ്ങളെ പറ്റിയായിരുന്നു സംസാരിച്ചത്. 4, 8, 12 ഭാവങ്ങളെ, കർക്കിടകം, വൃശ്ചികം, മീനം രാശികളെക്കുറിച്ച്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനത്തിന് ഇടയാക്കുന്നത്? ആ പരിവർത്തനം നമ്മളെ കൂടുതൽ ആത്മീയതയിലേക്ക് നയിക്കുന്നത്? അതിനെപ്പറ്റി ചെറിയൊരു വിവരണമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അഷ്ടമഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദശാകാലങ്ങൾ, അതിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലങ്ങളൊക്കെ മേജർ ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുതരികയും അങ്ങനെ നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ ഒരു ആത്മാവിൻ്റെ പുരോഗതിയെപ്പറ്റി അറിയാൻ, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നറിയാൻ, നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും എന്തൊക്കെ റോളുകളാണ് ഈ ജീവിതത്തിൽ നമ്മളുമായിട്ട് ചെയ്തു തീർക്കാനുള്ളത്, മുൻജന്മത്തിൽ ഇവരുമായിട്ട് എന്ത് കടപ്പാടായിരുന്നു, അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രാശികളാണ് ഈ 4, 8, 12 എന്ന രാശികൾ. അതായത് കർക്കിടകം, വൃശ്ചികം, മീനം എന്ന രാശികളും ആ രാശിയിലിരിക്കുന്ന ഗ്രഹങ്ങളും. പിന്നെ ഇത് അനുഭവത്തിൽ വരുന്നത് ഈ രാശികളിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ, ഈ രാശ്യാധിപന്മാരുടെയൊക്കെ മഹാദശ, അന്തർദശകളൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകളുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു കഷ്ടപ്പാടുണ്ട്. അത് ദുഃഖമായിട്ട് മാറുന്നത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. നമ്മുടെ മനസ്സിനെ അത് ബാധിക്കുമ്പോഴാണത് ദുഃഖമായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ജ്ഞാനമുണ്ടാകുമ്പോൾ, അതായത് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിലൂടെ ഈ നമ്മുടെ ഒരു ജനന മരണചക്രത്തെപ്പറ്റി, ബന്ധങ്ങളെപ്പറ്റി, നമ്മുടെ കർമ്മയോഗത്തെപ്പറ്റി ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭക്തിയുടെ സവിശേഷതകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിക്കുന്നതിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. സദാസമയവും ഭഗവത് സ്മരണയുണ്ടാകുന്നതിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കർമ്മത്തിൽ നിന്ന് മുക്തരാവുകയും നമ്മൾ ജനനമരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുകയും ചെയ്യും എന്നതിനെപ്പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴായി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കർമ്മം ചെയ്യാതെ നിവൃത്തിയില്ല ആർക്കായാലും. ജനിച്ചു കഴിഞ്ഞാൽ കർമ്മവുമായിട്ട് ബന്ധിതരാണ് നമ്മൾ. ജ്യോതിഷത്തിൽ പറയുകയാണെങ്കിൽ ആത്മകാരകനാണ് സൂര്യൻ. അതായത് സൂര്യനില്ലെങ്കിൽ വെളിച്ചമില്ല, മറ്റ് ഗ്രഹങ്ങളുടെ പ്രാധാന്യം ഒന്നുമില്ല. അപ്പോൾ സൂര്യനാണ് പ്രധാനമായിട്ട് ആ ഒരു ആത്മകാരകനായിട്ട് പറയുന്നത്. അപ്പോൾ സൂര്യനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജാതകത്തിൽ ഏതെങ്കിലും ഒരു രാശിയിൽ ഈ സൂര്യൻ ഇരിക്കുന്നുണ്ടാകും. നമ്മൾ മലയാളികൾ അതിനെ സൂര്യൻ ഇരിക്കുന്ന രാശി, ആ രാശിയാണ് നമ്മുടെ ജന്മമാസമായിട്ട് പറയുന്നത്. അതായത് സൂര്യൻ കർക്കിടകത്തിലായിരുന്നു നിങ്ങൾ ജനിച്ച സമയത്തെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കർക്കിടക മാസത്തിൽ ജനിച്ച വ്യക്തിയാണ്. മീനത്തിലായിരുന്നു സൂര്യൻ ഗോചരം ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ നിങ്ങൾ പറയും ഞാൻ ജനിച്ചത് മീനം മാസത്തിലാണ്. അപ്പോൾ സൂര്യൻ ആത്മകാരകനായതുകൊണ്ട് സൂര്യന് തീർച്ചയായിട്ടും അവിടെ വളരെ വ്യക്തമായിട്ടുള്ള ഉദ്ദേശ്യമുണ്ട്, നിങ്ങൾ എന്തിനു വന്നു എന്നത്. മറ്റെല്ലാം പിന്നീടാണ്. ആത്മകാരക ഗ്രഹവും കാരകാംശവും എല്ലാം പിന്നീടാണ്. പക്ഷേ സൂര്യൻ നിങ്ങൾ എന്തിനു വന്നു എന്നത്, ആ പ്രധാനപ്പെട്ട കാര്യം ഏത് രാശിയിൽ ഏത് നക്ഷത്രത്തിൽ ഇരിക്കുന്നെന്നത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ സൂര്യനുമായിട്ട് മറ്റു ഗ്രഹങ്ങളുടെ ബന്ധവും, നിങ്ങളുടെ സൂര്യനും ചന്ദ്രനും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ, അതായത് അമാവാസ്യക്കടുത്താണ് ജനിച്ചതെങ്കിൽ, അമാവാസ്യ ദിവസമാണ് ജനിച്ചതെങ്കിൽ അതിൻ്റെ പ്രത്യേകത ഒന്നായിരിക്കും. സൂര്യന് മേൽ ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അപ്പോഴുള്ള കർമ്മങ്ങൾ മറ്റൊന്നായിരിക്കും. മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുമ്പോഴും മറ്റു ഗ്രഹങ്ങളുടെ ഒരു സംബന്ധം ഒരുമിച്ച് യുതി ചെയ്തിരിക്കുമ്പോഴും ഒക്കെ ആ ഒരു ഉദ്ദേശ്യം എന്നത്, എന്തിനു വന്നു എന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരേ മാസത്തിൽ ജനിക്കുന്നുണ്ട്. നിങ്ങൾ ജനിച്ച വർഷം 30 ദിവസവും സൂര്യൻ ആ പെർട്ടിക്കുലർ രാശിയിലായിരുന്നുവല്ലോ. പക്ഷെ സൂര്യൻ ഏത് നക്ഷത്രത്തിലായിരുന്നു, ആ നക്ഷത്രത്തിൻ്റെ ഏത് പാദത്തിലായിരുന്നു, ഏത് ഭാവത്തിലാണ്, പിന്നീട് നവാംശത്തിൽ ഏത് ഭാവത്തിലേക്ക് പോയി, ഏത് രാശിയിലേക്ക് പോയി എന്നതൊക്കെ നമ്മുടെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങളെ പറഞ്ഞു തരും. അപ്പോൾ അതിലും കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് കാണണമെങ്കിൽ ഷഷ്ടിയാംശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാകും എന്തിനാണ് വന്നത് എന്നത്. കഴിഞ്ഞ വീഡിയോയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. ഈ മോക്ഷ ത്രികോണങ്ങളുമായിട്ട് സൂര്യന് ബന്ധം വന്നാൽ നിങ്ങളുടെ ആ ഒരു ആത്മാവിൻ്റെ യാത്ര ഒന്നുകൂടി സുഗമമാണ്. ആ സുഗമമാണെന്ന് ഞാനിവിടെ പറയുമ്പോൾ അത് സംഘർഷമുള്ളത് തന്നെയായിരിക്കും. വെല്ലുവിളികളുണ്ട്. നിങ്ങൾക്ക് പല കാര്യത്തിൻ്റെയും ക്രെഡിറ്റ് കിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ. പിന്നെ സൂര്യൻ ഏത് രാശിയിലാണെങ്കിലും, അതായത് നിങ്ങൾ ഏത് മാസം ജനിച്ചാലും
എവിടെയാണോ ആ സൂര്യൻ ഇരിക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു നീറ്റലുണ്ട്. നീറ്റലെന്ന് ഞാൻ പറയുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു അസഹനീയതയുണ്ട്, ഒരു വേദനയുണ്ട്, മറ്റാരും അറിയാത്ത നിങ്ങളുടെ തന്നെ ഒരു ത്യാഗമുണ്ടെന്ന് പറയാം ആ ഒരു കാര്യത്തിൽ, ആ ഒരു രാശിയിൽ, ആ ഒരു ഭാവത്തിൽ. അപ്പം അതാണ് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ 10ാം ഭാവത്തിൽ സൂര്യൻ ഇരിക്കുന്ന ആൾ, 10ാം ഭാവത്തിൽ ഏത് രാശിയിലും ആയിക്കോട്ടെ 10ാം ഭാവത്തിൽ സൂര്യൻ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ സൂര്യൻ 5ാം ഭാവത്തിൽ, ചിങ്ങത്തിൽ, മകരത്തിൽ, മേടത്തിൽ ഒക്കെ സൂര്യൻ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. പക്ഷെ പുറമേന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എത്ര നല്ല വലിയ ഉദ്യോഗസ്ഥനാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗാംഭീര്യമായാലും അല്ലെങ്കിൽ എടുപ്പായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തിനെ സ്വീകരിക്കാനെത്തുന്നവർ, പരിചാരകർ എന്ന് പറയാം. ഇപ്പോൾ മന്ത്രിമാരൊക്കെ ആണെങ്കിൽ, വലിയ ഓഫീസർമാരൊക്കെ ആണെങ്കിൽ അവരുടെ ചുറ്റും കുറേ ആൾക്കാരുണ്ടാകും. അവരെ അങ്ങനെ എളുപ്പത്തിൽ കാണാൻ പറ്റില്ല. പല ആൾക്കാരിലൂടെ നമ്മൾ കടന്നു പോകണം. ഒരു ഓഫീസറെ കാണണമെങ്കിൽ അതിന് മുന്നിലിരിക്കുന്ന ഓഫീസിലുള്ള ആൾക്കാരെയൊക്കെ കണ്ട് പെർമിഷൻ ചോദിച്ചിട്ട് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ സോൾവ് ചെയ്യാനാവാത്ത പ്രശ്നങ്ങളാണ് പ്രധാനപ്പെട്ട അധികാരിയുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ജാതകങ്ങളിലെല്ലാം സൂര്യൻ വളരെ പ്രബലനായിട്ട് കാണാൻ കഴിയും. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നും എത്ര വലിയ ബഹുമാനമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്, എത്ര ആൾക്കാരാണ് ചുറ്റുമുള്ളത്, അതുപോലെ അദ്ദേഹത്തിന് താഴെ എത്ര ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഇങ്ങനെയും തോന്നുന്നുണ്ടാകും അദ്ദേഹത്തിന് വലിയ പണിയൊന്നുമില്ല എന്ന്. ഒരു പ്രിൻസിപ്പലോ അല്ലെങ്കിൽ ഒരു വലിയ പോലീസ് ഓഫീസറോ ഒരു വലിയൊരു മാനേജറിയൽ പോസ്റ്റിലിരിക്കുന്ന ആളോ അദ്ദേഹത്തിന് വലിയ പണിയില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ആ ഒരു 10ാം ഭാവത്തിൽ സൂര്യൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മകരവുമായിട്ട് ശരിക്കും അതിൻ്റെ അടുത്താണെങ്കിലും 10, 11, 9, 10, 11 ഭാവങ്ങളിലായിരിക്കും ഈ വലിയ ഓഫീസർമാരുടെ ജാതകത്തിൽ സൂര്യൻ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന രാശികളിലായിരിക്കും, ചിങ്ങം, മേടം, മകരം അങ്ങനെയുള്ള രാശികളിലായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നുന്നതാണ് അവിടെ ആ വ്യക്തി എരിയുന്നുണ്ടാകും, ജ്വലിക്കുന്നുണ്ടാകും, ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റാത്തതാണ്. അപ്പോൾ ഒരു വ്യക്തിയോട് പേഴ്സണലി അദ്ദേഹത്തിൻ്റെ ജാതകം നോക്കി നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇന്ന വിഷമങ്ങളുണ്ടെന്ന് ഈ ഒരു ആരാണ് ചോദിക്കുന്നത്, ആസ്ട്രോളജർ ആണെങ്കിൽ അവരോട് അവർ തുറന്ന് പറയും, ഉണ്ട് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതുതന്നെ ചില ആൾക്കാർ അങ്ങനെ എല്ലാം വിട്ട് പറയുകയുമില്ല. സൂര്യൻ നല്ലതാകുമ്പോഴുള്ള ലക്ഷണങ്ങൾ തന്നെ അതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങനെ പോകുന്നു, അതൊരു ഭാഗമല്ലേ എന്ന്. അതാണ് സൂര്യൻ നല്ലതാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്നത്. ഞാൻ ത്യാഗം ചെയ്യുന്നതിൽ, ഞാൻ എരിഞ്ഞു തീരുന്നതിൽ, എൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല. ഞാൻ ജ്വലിക്കുന്നത് കാരണം, ഞാൻ ത്യാഗം ചെയ്യുന്നത് കാരണം എൻ്റെ കഷ്ടപ്പാടുകൾ മറ്റൊരുപാട് ആൾക്കാർക്ക് അത് ഗുണം ചെയ്യുന്നുണ്ട് എന്ന ഒരു ബോധം അദ്ദേഹത്തിന് വരുമ്പോൾ അദ്ദേഹം അത് ഒരു ആക്സെപ്റ്റൻസ് ആ മോഡിലേക്ക് വരും. അപ്പോഴാണ് സൂര്യൻ നല്ല ഫലം തരുന്നത്. അപ്പോൾ മോക്ഷ ത്രികോണവുമായിട്ട് സൂര്യൻ വരുമ്പോൾ അത് ജലതത്വരാശികളാണ്. സൂര്യൻ അഗ്നിതത്വമുള്ള ഗ്രഹമാണ്. അപ്പോൾ ഈ സൂര്യൻ ഇങ്ങനെ കർക്കിടകത്തിലും വൃശ്ചികത്തിലും മീനത്തിലൊക്കെ വരുമ്പോൾ അത് ജലതത്വരാശിയിലേക്ക് ഒരു അഗ്നിഗോളം വന്ന് ഇരിക്കുന്ന പോലുള്ളൊരവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്നത് വേറെ ലെവലാണ്. അതായത് ഇമോഷണൽ ലെവലാണ്. നിങ്ങൾ എരിയുന്നത് എങ്ങനെയാണ്? ഇമോഷണൽ ലെവലിലാണ്. അതുതന്നെ നിങ്ങളുടെ ഈ ഭാവങ്ങളിൽ വന്നാലും 4, 8, 12 ഭാവങ്ങളിൽ സൂര്യൻ വന്നാലും അവിടെയും നിങ്ങൾക്ക് ആ ഒരു ഇമോഷണലി നിങ്ങൾ ഒരു ഉരുകുന്ന പോലുള്ളൊരവസ്ഥ. അതുകൊണ്ട് തന്നെ സൂര്യൻ ഗണ്ടാന്ത പോയിന്റുകളിൽ ഉണ്ടാകുമ്പോഴും വലിയ ജീവിതത്തിൽ സംഘർഷങ്ങളായിരിക്കും. നിങ്ങൾക്കറിയാവുന്നവരുടെ ജാതകത്തിൽ, നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ അങ്ങനെ അത് പരിശോധിച്ചാൽ മനസ്സിലാവും. അതായത് സൂര്യൻ ഗണ്ടാന്ത നക്ഷത്രം എന്ന് പറയുമ്പോൾ ആയില്യത്തിൻ്റെ അവസാനം മകം 1ാം പാദം, അതുപോലെ വൃശ്ചികത്തിലാണെങ്കിൽ തൃക്കേട്ടയുടെ അവസാന പാദം, മൂലം നക്ഷത്രത്തിൻ്റെ 1ാം പാദം, അതുപോലെ മീനത്തിലാണെങ്കിൽ രേവതിയുടെ അവസാനം ഭാഗം, അതുപോലെ അശ്വതിയുടെ 1ാം പാദം. അങ്ങനെ ഈ ഗണ്ടാന്തത്തിൽ ആണ് നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ ഇരിക്കുന്നതെങ്കിലും അത് വലിയ ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങൾക്ക് കൊണ്ടുതരാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഈ വ്യക്തിക്ക് ആക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ അത് വലിയ വിഷമമാണ്. അതായത് നിങ്ങളവിടെ ജ്വലിക്കുന്നുണ്ട്. അതായത് 10ാം ഭാവത്തിൽ സൂര്യൻ ഇരിക്കുമ്പോൾ അത് സൂര്യൻ്റെ ആ ഒരു ദൃഷ്ടി എന്നത് തീർച്ചയായിട്ടും 4ാം ഭാവത്തിലേക്കാണ്. മകരത്തിൽ സൂര്യൻ ഇരിക്കുമ്പോൾ
കർക്കിടകത്തിലേക്കാണ്. അപ്പോൾ ശരിക്കും ഇദ്ദേഹം കർമ്മസ്ഥാനത്ത് ഇരുന്ന് ഇങ്ങനെ തിളങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർക്ക്, അതായത് ഒരു സമൂഹത്തിന് നന്മ ചെയ്യുകയാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കിയിട്ട്. ശനിയുടെ ഡ്യൂട്ടി എന്താണ്? ഇതൊക്കെയാണ് നിയമപരിപാലനം എന്നത്. അതുകൊണ്ടാണ് IAS IPS ഓഫീസേഴ്സിൻ്റെയും മാനേജേഴ്സിൻ്റെയും, അതുപോലെ ബുധൻ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമനിർമ്മാണം കൂടി നടത്തും. നിയമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിന് ഉപദേശിച്ചു കൊടുക്കുക, അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലേക്ക് പോകാനൊക്കെ ബുധൻ്റെ സ്വാധീനം മകരവുമായിട്ടും 10ാം ഭാവവുമായിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൂടുതലായിട്ടും ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇനി കന്നിയുമായിട്ടൊക്കെ വരികയാണെങ്കിൽ അത് വേറൊരു ലെവലിലാണ് നിയമോപദേശം കൊടുക്കുന്നത്. പിൻ പോയിൻ്റ് ചെയ്യും ഓരോ മിസ്റ്റേക്സും. ശനിയുടെ രാശികളിലാണെങ്കിൽ ഒരു വലിയ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അവരുടെ 4ാം ഭാവത്തിലേക്കുള്ള സൂര്യൻ്റെ ദൃഷ്ടി എന്നത് തീർച്ചയായിട്ടും ആ കുടുംബസുഖം കുറയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ ഉറങ്ങാനുള്ള സമയം, അല്ലെങ്കിൽ വളരെയധികം ഡിസിപ്ലിൻ, ശനിയുടെ രാശിയിൽ സൂര്യൻ ഇരിക്കുമ്പോൾ 10ാം ഭാവത്തിലിരിക്കുമ്പോൾ ജ്വലിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർക്കണം, അവിടെ ത്യാഗമുണ്ട്. ഇത് ജലതത്വ രാശികളിൽ വരുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷണൽ ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളൊരു വെന്തുരുങ്ങുന്ന പോലുള്ള അവസ്ഥ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ സൂര്യൻ എവിടെ ഇരുന്നാലും ആത്മകാരകനായതുകൊണ്ട് ആത്മീയത, ആധ്യാത്മിക ജ്ഞാനം തരുന്ന ഗ്രഹം തന്നെയാണ്. ഇത് സൂര്യൻ ഉച്ചത്തിലാണെന്ന് വിചാരിക്കുക, മേടത്തിലിരിക്കുകയാണ് സൂര്യൻ എന്ന് വിചാരിക്കുക. പക്ഷെ സൂര്യൻ്റെ ദൃഷ്ടി എന്നത് അദ്ദേഹത്തിന് നീചരാശിയായിട്ടുള്ള തുലാം രാശിയിലേക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ജോലി, പദവി എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആ സുഖം അനുഭവിക്കാൻ, അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ ഉരുകേണ്ടി വരും. അതായത് നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് നിന്ന് ഒരുപാട് ത്യാഗം ചെയ്യുന്നത് ചുറ്റുമുള്ളവർ മനസ്സിലാക്കാനോ, ഒരുപക്ഷെ പലപ്പോഴും സൂര്യന് അഭിനന്ദനങ്ങൾ കൊണ്ട് തരില്ല. സൂര്യൻ എന്നത് രാജാവാണ്. രാജാവിനുള്ളതെല്ലാം അദ്ദേഹം പ്രജകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എന്ന ഒന്നില്ല. അതുകൊണ്ട് തന്നെ സൂര്യൻ ജാതകത്തിൽ നന്നാവുമ്പോൾ അവരാണ് ഈ പബ്ലിക്കിന് അറിവ് കൊടുക്കുന്നവർ. അവരാണ് ശരിക്കും ശരിക്കും അവർ ഉള്ളിൽ ഉരുകുന്നുണ്ടാകും. സൂര്യൻ 6ാം ഭാവത്തിലാണ്, മീനം രാശിയിലാണെന്ന് വിചാരിക്കുക. അവർക്ക് എന്തെങ്കിലും അസുഖം കാരണം അവർ ഉള്ളിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ടാകും. പക്ഷേ 6ാം ഭാവം എന്നത് റെഗുലർ ഡ്യൂട്ടീസാണ്, ഡെയിലി റുട്ടീനാണ്. മീനമായതുകൊണ്ട് ആധ്യാത്മിക ജ്ഞാനമാണ്. ഒരുപക്ഷെ അധ്യാപനത്തിലൂടെ സ്വന്തം ജ്ഞാനം കൊണ്ട് മറ്റുള്ളവരെ ഉദ്ധരിക്കേണ്ടുന്ന ഒരു ഡ്യൂട്ടി സൂര്യൻ അവിടെ ഈ ജാതകന് കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ മറ്റുള്ളവർക്ക് ജ്ഞാനം കൊടുത്തിട്ട് മറ്റുള്ളവരെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് ത്യാഗം എന്നത് ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ, അത് ആരും മനസ്സിലാക്കാത്ത അവസ്ഥ. സൂര്യൻ നല്ലതാണെങ്കിൽ ഒരു പ്രശ്നവും നമ്മുടെ മുഖത്ത് കാണില്ല. സൂര്യൻ നല്ലതാവുന്നതിൻ്റെ ലക്ഷണം എന്നത് നമുക്ക് പരാതികളുണ്ടാവില്ല, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല നമ്മളെ പിടിച്ച് താഴെയിടാൻ ശ്രമിക്കുന്നവരെ, അത് നിങ്ങൾ ഏത് മാർഗത്തിലൂടെ പോയാലും, നിങ്ങളൊരു സമൂഹ നന്മയ്ക്ക്, നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, സമൂഹത്തിൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ഒരു NGO തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ഒരു NGOയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ഒരു മാനേജറിയൽ പോസ്റ്റിലിരിക്കുന്ന ആളാണ്. നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ ജ്ഞാനം, നിങ്ങളുടെ സ്കിൽസ് കൊണ്ട് ഒരു വലിയ സമൂഹത്തിന് മാറ്റം വരുത്താൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, കാരണം സൂര്യൻ തന്നെയാണ് ക്രിയേറ്റിവിറ്റിയുടെയും ഐഡിയയുടെയും എഡ്യൂക്കേഷൻ്റെയും സന്താനങ്ങളുടെയും ഒക്കെ ആ ഒരു ഭാവത്തിൻ്റെ അധിപൻ, 5ാം ഭാവത്തിൻ്റെ അധിപൻ. അതുകൊണ്ട് സൂര്യൻ എവിടെയുണ്ടോ ഈ സ്കിൽസും കൊണ്ട് ആ ഭാവത്തിലേക്ക് പോകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 6ാം ഭാവത്തിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഈ പറയുന്ന കഴിവുകൾ നിങ്ങൾ ഉപയോഗിക്കും. അവിടെയും നിങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ മീനത്തിലും കർക്കിടകത്തിലും വൃശ്ചികത്തിലും ഒക്കെ ആവുമ്പോൾ നിങ്ങളുടെ ഈ കഴിവുകൾ, ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, നിങ്ങളുടെ ജ്ഞാനം, ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇമോഷണലി നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെടുന്നതായിരിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ പോലും, അതായത് ഇതെൻ്റെ ധർമ്മമാണ്, ഇതെൻ്റെ കർമ്മമാണ്, എനിക്ക് പരാതികളില്ല, ഇവിടെ എനിക്ക് പ്രശംസ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം ആത്മാവ് ഒറ്റയ്ക്കാണ് വന്നത്, അത് ഗ്രൂപ്പായിട്ടല്ല വന്നത്. അതിന് ചില കർത്തവ്യങ്ങളുണ്ട്, അത് ചെയ്തിട്ട് പോകുന്നു, ഒറ്റയ്ക്കാണ് പോകുന്നതും. അതുകൊണ്ട് എന്നെ ഇൻസൾട്ട് ചെയ്ത വ്യക്തിയോ, എന്നെ പ്രശംസിച്ച വ്യക്തിയോ, അല്ലെങ്കിൽ ഞാൻ ഏത് ഗർഭപാത്രത്തിൽ നിന്ന് വന്നു, എൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് എത്ര കുഞ്ഞുങ്ങൾ വന്നു, ഇതുമായിട്ടൊന്നും ഞാൻ ബന്ധനത്തിലാവില്ല.
എൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് പ്രേരിപ്പിക്കുന്നതാണ് ഈ മോക്ഷ ത്രികോണങ്ങളിലെ സൂര്യൻ എന്നത്. അത് നിങ്ങൾക്ക് ആ ഒരു ദശാകാലങ്ങൾ വരുമ്പോൾ, അതായത് ഈ മോക്ഷ ത്രികോണങ്ങളിലെ നിങ്ങളുടെ 4, 8, 12 ഭാവങ്ങളിലെ ഗ്രഹങ്ങളാണെങ്കിലും ആ ഭാവങ്ങളുടെ അധിപൻ്റെ ദശാകാലങ്ങളാണെങ്കിലും അതിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ 4, 8, 12 ഭാവങ്ങളിൽ ഇരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലമാണെങ്കിലും കർക്കിടകം, വൃശ്ചികം, മീനം എന്നീ രാശികളിൽ ഇരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലമാണെങ്കിലും അതുപോലെ ഈ രാശികളുടെ അധിപന്മാരുടെ ദശാകാലങ്ങളും അന്തർദശാകാലങ്ങളിലും ഒക്കെ നമുക്ക് ഈ വെല്ലുവിളികൾ എന്നൊരു തരത്തിൽ പറയാം, അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർമേഷൻ, അല്ലെങ്കിൽ നമ്മളെ ഈ ഉത്ഥാനം ചെയ്യുന്ന, നമ്മളെ മുകളിലോട്ട് ഉയർത്തുന്ന, എങ്ങനെ ഉയർത്തുന്നതാണ്, ആത്മീയമായി ഉയർത്തുന്ന അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് കാണാം. അപ്പോൾ അത്തരം അനുഭവങ്ങൾ എന്നത് വളരെ സന്തോഷകരമായിരിക്കില്ല. അത് ഈ പറഞ്ഞതുപോലെ മീനത്തിന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് അതിനൊരു നഷ്ട സ്വഭാവമുണ്ട്, ത്യാഗ സ്വഭാവമുണ്ട്. അതുപോലെ കർക്കിടകം കംഫർട്ടാണ്, കംഫർട്ട് സോൺ വിടേണ്ടി വരും. അത് കർക്കിടകത്തിൽ സൂര്യനുണ്ട് എന്ന് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും ഒരു പക്ഷെ സമയം കിട്ടിയെന്ന് വരില്ല. എപ്പോഴും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. പാപഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിൽ പിന്നെ ആ ദശാകാലങ്ങളുടെ ഒരു അവസ്ഥ പറയുകയും വേണ്ട. ഇത് തന്നെയാണ് വൃശ്ചികത്തിലാണെങ്കിലും. അപ്പോൾ ഇവിടെ എല്ലാം പറയുന്നത് നിങ്ങൾ വന്നിരിക്കുന്നത് ഈ കർമ്മങ്ങൾ ചെയ്യാനാണ്. എന്ന കർമ്മങ്ങൾ ഏത് ഭാവത്തിനോട് ഏത് ഭാവവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നത്. അതുപോലെ സൂര്യൻ 5-ാം ഭാവത്തിൻ്റെ അധിപനാണ്, ചിങ്ങത്തിൻ്റെ അധിപനാണ്. ഇത് തന്നെയാണ് സൂര്യൻ്റെ നക്ഷത്രങ്ങളിൽ ജനിച്ചാലും അവിടെയും വലിയൊരു കർമ്മം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മാവിനെ മുന്നോട്ട് നയിക്കാനായിട്ട് നിങ്ങൾക്ക് സ്വപ്രയത്നം ചെയ്യണം, അതിനുള്ള ജ്ഞാനം നേടണം. അത് ഓരോ രാശിയിലും വ്യത്യസ്തമാണ്. ഉത്രം എന്നത് ചിങ്ങത്തിലുമുണ്ട്, കന്നിയിലുമുണ്ട്. ഉത്രാടം എന്നത് ധനുവിലുണ്ട്, മകരത്തിലുമുണ്ട്. അതുപോലെ കാർത്തിക എന്നത് മേടത്തിലുമുണ്ട്, ഇടവത്തിലുമുണ്ട്. അപ്പോൾ ആ രാശ്യാധിപന്മാരുടെയും അതുപോലെ ഈ സൂര്യൻ്റെയും അവസ്ഥ നോക്കിയിട്ട് വേണം നിങ്ങളുടെ ആ ഒരു മെയിൻ ഫോക്കസ് എന്നത് എവിടേക്കാണെന്നത്. അവിടെ നിങ്ങൾ ഉരുകുന്നുണ്ടാകും, ഉറപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലഗ്നത്തിൽ സൂര്യനുണ്ടെങ്കിൽ 7-ാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കുറച്ച് ഉരുകേണ്ടി വരാം, ത്യാഗം ചെയ്യേണ്ടി വരാം. നിങ്ങളുടെ ലഗ്നത്തിൽ സൂര്യൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നല്ലൊരു ലീഡറായിരിക്കാം, നിങ്ങൾക്ക് ദിശാബോധമുണ്ടാകും, പക്ഷേ ഈഗോയും തരും. അപ്പോൾ അവിടെ സൂര്യൻ തീർച്ചയായിട്ടും ശനിയുടെ സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഈഗോ എങ്ങനെ വേണമെങ്കിലും പ്രൊഫഷൻ നിന്ന് തന്നെ ഇത് തകർക്കാൻ ശ്രമിക്കും. അപ്പോൾ ആരാണോ ആ ശരണാഗതരായിട്ടിരിക്കുന്നത് അവർക്ക് ആ ഒരു ജീവിതത്തിൻ്റെ ഗൂഢരഹസ്യം മനസ്സിലായി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ഇവിടെയാണ് ആ ജ്ഞാനത്തിൻ്റെ ആവശ്യം എന്നത്. ഞാൻ ഈ ശരീരമല്ല, അതിനെ എങ്ങനെ വേണമെങ്കിലും അണിയിച്ചൊരുക്കിക്കോളും, അത് നഷ്ടമാവുന്നതാണ്. ഇതിനെ നിങ്ങൾ മേക്കപ്പ് ചെയ്താലും ഇല്ലെങ്കിലും അത് നഷ്ടമാവുന്നതാണ്. ഇതിനെ എങ്ങനെ വെച്ചാലും അത് നഷ്ടമാകാൻ പോകുന്നതാണ്. ആത്മാവിനാണ് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പോകേണ്ടത്. പോകുമ്പോൾ അത് കർമ്മഫലങ്ങളും കൂടി കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം കർമ്മങ്ങൾ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിലും ആ ഭഗവാന്റെ തത്വങ്ങൾ, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് നമ്മൾ ചെറിയ തോതിലെങ്കിലും അതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാലേ മനസ്സിലാകുകയുള്ളൂ. അല്ലാതെ ആൾക്കാർ ഞാൻ എൻ്റെ ഇന്ന രാശിയിലാണ് സൂര്യൻ, ഞാൻ ഇന്ന് ഓഫീസറാണ്, എനിക്ക് വലിയ സന്തോഷമാണ്, എനിക്കൊരു ഇൻസൾട്ടുമില്ല എന്നൊക്കെ പുറമേ പറയുമെങ്കിലും സൂര്യൻ്റെ ദൃഷ്ടി എവിടെയാണ്, സൂര്യനിലേക്ക് ഉള്ള മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം എന്താണ്, അവിടെ അദ്ദേഹം ഉരുകുന്നുണ്ട്. അതിന് നമുക്കൊരിക്കലും മറ്റൊരാളുടെ മേലെ ഒരു ആരോപണമായിട്ട് കൊണ്ട് പോകാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുതന്നെയാണ് സന്താനങ്ങളുമായിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരാനും. നിങ്ങളുടെ സൂര്യൻ 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 5-ാം ഭാവത്തിൽ ഇരിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും അവിടെ ഒരു ത്യാഗം നിങ്ങൾക്കുണ്ട്. കൂടുതൽ കർമ്മങ്ങൾ സന്താനങ്ങളുമായിട്ടുണ്ട്. മാത്രമല്ല സൂര്യൻ 6-ാം ഭാവത്തിലേക്ക് വരുമ്പോഴും സൂര്യൻ കന്നിയിലാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സന്താനങ്ങളുമായിട്ടുള്ള ചില പ്രാരാബ്ധങ്ങളുണ്ട്. കന്നി മാസത്തിൽ ജനിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ 6-ാം ഭാവത്തിൽ സൂര്യൻ ഇരുന്നാലും ചില പ്രാരാബ്ധങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് എടുക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു മെയിൻ ഫോക്കസ് ആയിരിക്കാം. അതായത് എവിടെയാണ് സൂര്യനുള്ളത് അവിടെ നിങ്ങൾക്ക് ത്യാഗം, നിങ്ങളെ സ്വയം ജ്വലിപ്പിക്കുക. സൂര്യൻ അങ്ങനെ സ്വയം ജ്വലിച്ചിട്ട് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ഗ്രഹമായതിനാൽ സൂര്യൻ നമ്മുടെ ജാതകത്തിൽ എവിടെ ഇരുന്നാലും ഈ കാര്യം നമ്മൾ സ്വയം ചെയ്യേണ്ടി വരും. കാരണം സൂര്യൻ ആത്മകാരകനാണ്. അതുകൊണ്ടാണ് സൂര്യൻ്റെ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈഗോ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ദേഷ്യമുണ്ടെന്നോ, നിങ്ങൾക്ക് വേണ്ട ബഹുമാനം കിട്ടിയില്ല എന്നോ, നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നോ എന്നും ഒരു ഇഷ്യൂവേ അല്ല.
അതിനല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. എത്രമാത്രം അത് വിട്ടുകൊടുത്തിട്ട് എന്തിനാണോ വന്നത്, നിങ്ങൾ എന്താണ് കൊടുക്കേണ്ടത്? കന്നിയിലെ ഉത്തരമാണെങ്കിൽ സൂര്യൻ അവിടെ ഒരു പ്രാരാബ്ധത്തിൻ്റെ രാശിയിലേക്ക് ഉള്ള സൂര്യൻ്റെ നക്ഷത്രമാണ് അവിടെ. അതുകൊണ്ട് സേവനമാണ്, സർവീസാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നല്ല മാനേജർ ആയിട്ട് തീരും, നല്ല മാനേജറിയൽ പോസ്റ്റ് ധരിക്കാൻ കഴിയും, നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ അവിടെ ഈഗോ വന്നു കഴിഞ്ഞാൽ, എന്നെ എന്തിന് ജോലിയിൽ നിന്ന് പുറത്താക്കി, എനിക്ക് എന്തുകൊണ്ട് പ്രമോഷൻ കിട്ടിയില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഈഗോ ആണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സൂര്യൻ തരുന്ന ഈഗോ എന്നത് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അത് നമ്മുടെ സൂര്യൻ എന്നത് നമ്മുടെ സെൽഫ് മോട്ടിവേഷനാണ്, കോൺഫിഡൻസ് ആണ്, നമ്മുടെ ഒരു ധൈര്യവും ആത്മവിശ്വാസവും ആത്മബോധം ഒക്കെയാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് എനിക്ക് ഈ ജോലി നഷ്ടപ്പെട്ടാലും എൻ്റെ കഴിവുകളോ എൻ്റെ ആത്മവിശ്വാസമോ എൻ്റെ ആത്മധൈര്യമോ ഒന്നും ആർക്കും കൊണ്ടുപോകാൻ കഴിയില്ല. ഇന്നലെ വരെ ഞാൻ ഇതായിരുന്നു, അത് ഭഗവാൻ എന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചത് അത് ഭഗവാൻ തന്നത് ഞാൻ എൻ്റെ എല്ലാ സിൻസിയർ ഇഫേർട്ടും എടുത്തിട്ട് ഞാനത് ചെയ്തു. പക്ഷേ ഇന്നത്തെ അവസ്ഥ ഇതാണ്. എത്ര കാലം എന്നത് എനിക്കറിയില്ല. ശരണാഗതർ അങ്ങനെയാണ് എപ്പോഴും വിചാരിക്കുന്നത്. എത്ര കാലം എനിക്ക് മാസവരുമാനമില്ലാതെ എനിക്കിങ്ങനെ പോകേണ്ടി വരും എന്നത് എനിക്കറിയില്ല. അതും ഭഗവാന്റെ ഇഷ്ടമാണ്. ഞാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കും, ഞാൻ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരണം. അതിന് അല്ലാതെ നമ്മളിരുന്നിട്ട് ഞാൻ ഇത്ര കാലം ഇന്നതൊക്കെ ചെയ്തു, ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ കൂടി ഞാൻ മേലധികാരി പറഞ്ഞതൊക്കെ അതൊക്കെ ചെയ്തു കൊടുത്തു, അങ്ങനെ ഒരുപാട്, അതായത് എൻ്റെ എത്ര ഓവർ ടൈം ചെയ്തു, നമ്മൾ അതൊക്കെ ആലോചിക്കുകയാണ്. ഒക്കെ പ്രാരാബ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് നമ്മൾ സൂര്യൻ 10ാം ഭാവത്തിലുണ്ടാകുമ്പോഴും, സൂര്യൻ്റെ നക്ഷത്രങ്ങളിൽ കാർത്തിക, ഉത്രം, ഉത്രാടം ഒക്കെ ആണെങ്കിലും, അതുപോലെ സൂര്യൻ ചിങ്ങത്തിലിരിക്കുകയാണെങ്കിലും മേടത്തിലിരിക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഈ നല്ല പൊസിഷനിലൊക്കെ എത്തുമ്പോൾ ഈ ഒരു പരാതി വേണ്ട. അങ്ങനെയാണ്, ഇന്നലെ അങ്ങനെയായിരുന്നു, ഇന്നിങ്ങനെയാണ്, നാളെ നല്ല സമയങ്ങൾ വന്നു ചേരും. കാരണം ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എൻ്റെ മേലധികാരിയോ ആ കമ്പനിയുടെ ഓണറോ അല്ല, ഭഗവാനാണ്. എനിക്ക് ഈ ഭൂമിയിൽ ഇനിയും ദിവസങ്ങളുണ്ടെങ്കിൽ കഴിയാനുള്ള വകയും അദ്ദേഹം കൊണ്ടുതരും. ഇത് ശരണാഗതർ ചിന്തിക്കുന്ന ചിന്തകളാണ്. അതുകൊണ്ടാണ് ശരണാഗതർക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാവാറില്ല. ഞാനിവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത്, സൂര്യൻ എന്നത് തന്നെ, നമ്മൾ സൂര്യനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ശ്രീരാമനെയാണ്, മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. കാരണം ശ്രീകൃഷ്ണ അവതാരത്തിലും ശ്രീരാമ അവതാരത്തിലും 2 വ്യത്യസ്ത തരം വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് കാണിച്ചു തന്നത്, എങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാമെന്നത്. അതിൽ മര്യാദാ പുരുഷോത്തമനാണ് ഭഗവാൻ ശ്രീരാമൻ എന്നത്. അപ്പോൾ സൂര്യനെ പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റെന്തിനേക്കാളും ഭഗവാന്റെ ഈ 2 രൂപങ്ങളെയാണ്, അതിൽ ശ്രീരാമനെയാണ് കൂടുതലായിട്ടും. അവിടെ മര്യാദ എന്നത്, മോറൽ വാല്യൂസ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ പൊസിഷനേക്കാളും. അതുകൊണ്ടാണ് കൂടുതൽ മര്യാദയും കൂടുതൽ ആദർശങ്ങളും മര്യാദയും സത്യസന്ധതയും ഉള്ളവർക്ക് വലിയ പ്രയാസമാണ് ഒരു പൊസിഷനിൽ അങ്ങനെ പിടിച്ചു നിൽക്കാനും മറ്റൊരാളുടെ കീഴിൽ ദീർഘകാലം ജോലി ചെയ്യാനും ഒക്കെ. കാരണം സൂര്യൻ സ്വതന്ത്രമായി കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടും. പക്ഷെ സൂര്യൻ ഇരിക്കുന്നത് ഏത് നക്ഷത്രത്തിലാണ്, അതുപോലെ ആ രാശ്യാധിപന് പാപഗ്രഹങ്ങളുടെ ബന്ധമുണ്ടോ, സൂര്യൻ്റെ മേലെ പാപഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ടോ, ഇത്തരം കാര്യങ്ങൾക്ക്, അതുപോലെ നവാംശത്തിൽ സൂര്യൻ്റെ സ്വാധീനം ഏതൊക്കെ അതുപോലെ നവാംശത്തിൽ സൂര്യൻ ഏതൊക്കെ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിലാണ് എന്നതിനൊക്കെ അനുസരിച്ചിട്ട് ഫലങ്ങൾ വ്യത്യാസം വരും. ഒന്ന് മനസ്സിലാക്കേണ്ടത്, കലിയുഗത്തിൽ സൂര്യൻ നീചസ്ഥനായിട്ടിരിക്കുന്ന ജാതകങ്ങളിലാണ് കൂടുതൽ ദീർഘകാലം പൊസിഷനിലിരിക്കാനും രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ കണ്ടുവരുന്നത്. അതിൻ്റെ കാര്യം എന്നത് സൂര്യൻ്റെ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണെങ്കിലും, അതുപോലെ സൂര്യൻ വളരെ പ്രോമിനൻ്റ് ആകുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ തുലാം രാശി അങ്ങനെയല്ല. തുലാം രാശിയിൽ സൂര്യൻ ഇരിക്കുമ്പോൾ കുറച്ച് ആലോചിച്ചിട്ട് മറ്റുള്ളവർ ഇതെങ്ങനെ എടുക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ആ വ്യക്തികൾ പറയുക. അതായത് രാജാവിൻ്റെ രീതിയിലല്ല പറയുന്നത്. രാജാവ് അവിടെ റാണിയുടെ വീട്ടിലാണെന്ന് പറയാം. തുലാം എന്നാൽ ശുക്രൻ്റെ രാശിയാണ്, റാണിയുടെ വീട്ടിലാണ്. അപ്പോൾ ആ ഒരു തരത്തിലാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ രാജാവ് വീട്ടിലെത്തിയാൽ എങ്ങനെയായിരിക്കും? രാജാവിൻ്റെ പരിവേഷങ്ങളല്ലല്ലോ. അവിടെ റാണിക്കാണ് സ്വാധീനം കൂടുതൽ. അതുകൊണ്ട് രാജാവ് ആ ഒരു
ആ ഒരു ഗാംഭീര്യം വിട്ടിട്ടാണ്. അതുകൊണ്ടാണ് തുലാം രാശിയിൽ സൂര്യൻ ഉണ്ടാകുമ്പോൾ കുറേയൊക്കെ ഡിപ്ലോമസി ഉണ്ടാവും അവർക്ക്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ വാക്കുകൾ നമ്മൾ ഒരുപാട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആവുന്നത് കാരണം പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. കാരണം കലിയുഗത്തിൽ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് അവിടെ അഴിമതിയെന്നോ മറ്റ് ചീത്തയായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ സംസാരം എന്നതിനെ, അതുപോലെ ക്ഷമ എന്നതിനെ ഈഗോ കളഞ്ഞിട്ട് മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതും നമ്മുടെ ആത്മാവിൻ്റെ പുരോഗതിക്ക് സഹായകമാകും. ഇന്ന് നമുക്ക് കിട്ടുന്ന ഗുരുക്കന്മാരുടെ കീഴിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യം പഠിക്കണമെങ്കിലും നമുക്ക് ആ ഒരു ലെവലിലേക്ക് വരേണ്ടതുണ്ട്. നിങ്ങളുടെ സൂര്യൻ നല്ലതാകുമ്പോൾ മറ്റൊരാൾക്ക് കീഴ്പ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾ കണ്ടുമുട്ടുന്ന ടീച്ചേഴ്സിനൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് ബഹുമാനമില്ലായിരിക്കാം, നിങ്ങളുടെ സൂര്യൻ പാപഗ്രഹങ്ങളുടെ സ്വാധീനത്തിലാണെങ്കിൽ. പക്ഷേ ഈ 2 അവതാരങ്ങളും ഭഗവാൻ ശ്രീരാമനായാലും ഒരു ഗുരുവിനെ സ്വീകരിച്ചിട്ട് വിദ്യ അധ്യയനം ചെയ്തിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനും വിദ്യാധ്യയനം ചെയ്തിട്ടുണ്ട് ഗുരുവിൻ്റെ കീഴിൽ. അപ്പോൾ അവതാരങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ജ്ഞാനം വേണമെങ്കിൽ നമ്മളെ സമർപ്പിച്ചിട്ട് നമ്മൾ വിദ്യ നേടേണ്ടതാണ്. അപ്പോൾ അവിടെ ഭഗവാൻ കൂടി കുനിഞ്ഞ് കാണിച്ചിട്ട് എല്ലാത്തിനും ഉപദേശമെടുത്തിട്ടാണ് ഭഗവാനും അങ്ങനെ നമ്മളെ കാണിച്ചു തരുന്നത്. ഗുരുവിൻ്റെ മഹത്വം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സൂര്യൻ നമ്മുടെ ജാതകത്തിൽ പ്രബലനായിരിക്കുമ്പോഴും ആത്മീയതയുടെ കാര്യത്തിലാണെങ്കിലും ഈ ജലതത്വരാശികളിൽ സൂര്യനാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ഗുരുവിനെ സമീപിക്കേണ്ടതുണ്ട്. സൂര്യൻ എത്ര നല്ലതാണെങ്കിലും നമ്മൾ ഭഗവാൻ അവതരിക്കാൻ സെലക്ട് ചെയ്ത സ്ഥലം എന്നത് തന്നെ ജയിലാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജയിലിലാണ് അവതരിച്ചത്. അതായത് അദ്ദേഹത്തിന് ആ സ്ഥാനം അദ്ദേഹം തീരുമാനിക്കുമായിരുന്നു. ദേശകാല പാത്രം നമ്മൾ ജ്യോതിഷത്തിൽ പറയുമ്പോൾ അദ്ദേഹം സ്വീകരിച്ചത് സമയം അർദ്ധരാത്രി. ആ ഒരു എന്താ പറയുക, ആ ഒരു സ്ഥലം എന്നത് തീർച്ചയായിട്ടും ആ ദേശം എന്നത് ജയിലാണ്. പിന്നീട് ആ മാതാപിതാക്കളെ വിട്ടിട്ട് വളർത്തച്ഛനും അമ്മയുമാണ് പിന്നീട് അദ്ദേഹത്തെ വളർത്തിയത്, യശോദ അമ്മയും നന്ദഗോപുരം. അതായത് ആ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിപ്പിക്കുകയാണ്. പിന്നീട് ഭഗവാൻ ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക്, പിന്നീട് മധുരയിലേക്ക്, പിന്നീട് ഭഗവാൻ ദ്വാരകാധീശനായിട്ട്, അതായത് ഒരു സ്ഥലവുമായിട്ടും അറ്റാച്ച്ഡ് ആവരുത് നമ്മളെന്നും. നമുക്ക് ഒരുപാട് നമ്മുടെ കർത്തവ്യങ്ങൾ എന്നത് എവിടെ ചെയ്യണം എന്നത്, എന്തൊക്കെ കർത്തവ്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ടെന്നത് അത് ചെയ്യാനും, അതുപോലെ എത്ര തന്നെ പഴി കേട്ടാലും നന്മ ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അവരെ പഴിചാരാൻ ആൾക്കാരുണ്ടാകുമെന്നതാണ്. അവർക്ക് ബ്ലോക്കേജ് സൃഷ്ടിക്കാൻ ആൾക്കാരുണ്ടാകുമെന്നതാണ്. ഇതുതന്നെയാണ് ഭഗവാനും കാണിച്ചു തന്നത്. അദ്ദേഹത്തിനെയും ഇഷ്ടംപോലെ ആൾക്കാർ പലതരത്തിൽ മുദ്ര കുത്തിയിരുന്നു. അദ്ദേഹത്തിന് യുദ്ധം വിട്ട് ഓടിയവൻ എന്നൊരു പേരും കൂടിയുണ്ട്, രൺഛോഡ് എന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കഥ എന്താണെന്ന് അറിയാത്തവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാകും. യുദ്ധത്തിൽ ഭീരുത്വം, യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടിയവൻ എന്നൊരു പേരും കൂടി. അങ്ങനെ എന്തൊക്കെ ഒരുപാട് പഴിചാരലുകൾ കേട്ടിട്ടും ഭഗവാൻ അദ്ദേഹം വന്നത് ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് വന്നത് നമ്മളെ കാണിച്ചു തരികയാണ്. ഭഗവാൻ ശ്രീരാമനും അങ്ങനെ തന്നെയാണ്. മര്യാദ പുരുഷോത്തമനാണ്, നല്ല ഭരണാധികാരിയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ യാത്രയിൽ പ്രധാനപ്പെട്ട ഈ സൂര്യൻ എന്നത് നമുക്കൊരു ബലഹീനതയുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കഴിവുകൾ അറിയാൻ പറ്റുന്നില്ല, കോൺഫിഡൻസ് ഇല്ല, സെൽഫ് മോട്ടിവേറ്റ് ആകാൻ പറ്റുന്നില്ല. ഇനി ആരോടെങ്കിലും എന്തെങ്കിലും തുറന്നു പറയുമ്പോൾ അവർ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും നിങ്ങൾ ആരാധിക്കേണ്ടത് ഭഗവാൻ ശ്രീരാമനെയാണ്. ഭഗവാൻ സൂര്യനാരായണനെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നതാണ്. രാവിലെ നേരത്തെ എണീക്കണമെന്നേ ഉള്ളൂ, അദ്ദേഹത്തിന് ജലം സമർപ്പിക്കുക. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒരു കിണ്ടിയിൽ ജലം എടുത്തിട്ട് ആ ജലത്തിൽ ചുവന്ന കുങ്കുമം അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ, ചെമ്പരത്തി പൂവോ എന്തെങ്കിലും ചുവന്ന പൂക്കൾ ഇട്ടിട്ട് ഭഗവാനെ സമർപ്പിക്കുക. ആദിത്യ ഹൃദയ സ്തോത്രം കേൾക്കാൻ പറ്റുമെങ്കിൽ ആ സമയം കേട്ടുകൊണ്ട് ചെയ്യുക. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഓം സൂര്യായ നമഃ എന്ന് പറയാം. ഓം ആദിത്യായ വിദ്മഹേ സഹസ്രകിരണായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാത് എന്ന് പറയാം. ഒന്നും പറയണമെന്നുമില്ല, ഭഗവാനെ സൂര്യനാരായണ എന്നും പറഞ്ഞിട്ട്. നമ്മൾ അജ്ഞാനികളാണ്, നമുക്ക് വലിയ മന്ത്രങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മൾ അജ്ഞാനികളാണ്. പക്ഷേ ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം കിട്ടുന്നത് പോലെ നമുക്ക് ആ ജലം സമർപ്പിക്കാം. ഇത് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. ഇത് നിങ്ങൾ സസ്പെൻഷനിൽ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫെയിമിൻ്റെ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് പക്ഷെ നിങ്ങളെ അംഗീകരിക്കുന്നില്ല,
അങ്ങനെയുണ്ടെങ്കിലും ചെയ്യാം. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഞാനധികം സജസ്റ്റ് ചെയ്ത് കൊടുക്കാറൊന്നുമില്ല. കാരണം എങ്ങനെയാണ് ഭഗവാൻ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ, ഭഗവത് ഭക്തി തരണമേ എന്ന് മാത്രമാണ് ഞാൻ അപേക്ഷിക്കാറ്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. അതൊരു പരിഹാരമല്ല, അത് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടുന്ന കർത്തവ്യം, കർമ്മമാണ് രാവിലെ എണീറ്റിട്ട്. അതുപോലെ രാത്രി ഉറക്കം വിളിച്ചിരിക്കരുത്. രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എണീക്കണം എന്നതും സൂര്യനുള്ള പരിഹാരമാണ്. അപ്പോഴും നമുക്ക് ഈ ആത്മാവിൻ്റെ പുരോഗതിയെ, അപ്പോഴും നമുക്ക് ഈ ആത്മാവിൻ്റെ യാത്രയ്ക്കൊരു സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആരോഗ്യമുള്ള ശരീരമാണെങ്കിലും പ്രശസ്തിയാണെങ്കിലും എല്ലാത്തിനും. അതുകൊണ്ട് സൂര്യൻ നല്ലതായിരിക്കണം നമ്മുടെ ജാതകത്തിൽ. പലപ്പോഴും സൂര്യൻ എവിടെ ഇരിക്കുന്നു, സൂര്യൻ്റെ ദൃഷ്ടികൾ എവിടെയാണ്, അവിടെ നമുക്ക് ത്യാഗമുണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ട്. പൊതുവെ സൂര്യനും കേതുവും തമ്മിലുള്ള യോഗം എന്നതൊക്കെ വളരെ നല്ല ആധ്യാത്മിക ജ്ഞാനം തരുന്നതാണ്. എന്നാലും ഒരുപാട് അമിതമായിട്ട് ഈഗോ കൊണ്ട് ഇവർക്ക് ഉള്ള ആധ്യാത്മിക ജ്ഞാനം പോലും അതിനെപ്പോലും ഓർത്തെടുക്കാൻ കഴിയാതെ ഇവർ വളരെയധികം അഹംഭാവികളായിട്ടും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് രാഹുവിൻ്റെ മഹാദശാകാലത്തൊക്കെ. അപ്പോൾ അതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. സൂര്യനും കേതുവും കിട്ടുമ്പോൾ തന്നെ അത് വളരെ നല്ല ഒരു സിറ്റുവേഷനാണ്. മീനം രാശിയിൽ സൂര്യനും കേതുവും ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ആത്മീയ പുരോഗതി തേടാനുള്ള ഗോൾഡൻ ചാൻസാണ്. പക്ഷേ രാഹുവിൻ്റെ മഹാദശ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൂര്യനും കേതു ഒരുമിച്ചിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് രാഹു ഉണ്ടാവുമല്ലോ. മീനത്തിൽ സൂര്യനും കേതു ഉണ്ടാകുമ്പോൾ രാഹു കന്നിയിലുണ്ടാകും. രാഹുവിൻ്റെ മഹാദശ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലുള്ള സിറ്റുവേഷൻ ആയിരിക്കും. ഭക്തിയില്ലെങ്കിൽ, ശരണാഗതി ഇല്ലെങ്കിൽ, നമ്മുടെ മനസ്സിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ രക്ഷയില്ല. അവിടെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. എൻ്റെ ബുദ്ധിയിൽ ഭഗവതി വസിക്കണം. അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ആത്മീയ പുരോഗതിക്ക് സൂര്യൻ ഒരുപാട് പ്രാധാന്യം വഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഏത് രാശിയിൽ ഇരുന്നാലും, ആ രാശിയിൽ, ആ നക്ഷത്രത്തിൽ ഏത് നവാംശത്തിലേക്ക് പോകുന്നു എന്നതിനനുസരിച്ചിട്ട് അത് വലിയൊരു റോളാണ് സൂര്യൻ വഹിക്കുന്നത്. പക്ഷെ ജലതത്വ രാശികളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് നിങ്ങൾക്കൊരു ഉയർച്ച തരാൻ, നിങ്ങളുടെ കഴിഞ്ഞുപോയ ജന്മത്തിലെ ആ ഒരു അറിവുകൾ കൂടി കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഉയർച്ച തരാൻ ഈ ഒരു സൂര്യൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ മായയിൽ, ബന്ധനങ്ങളിൽ പെട്ടിട്ട്, വ്യക്തിബന്ധങ്ങളിലൊക്കെ പെട്ടിട്ട് ഇമോഷണലി ഡ്രെയിനായിട്ട്, മറ്റുള്ളവരുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒരുപാട് വന്നിട്ട് ഈ ആത്മാവിന് ഇവിടെ ബന്ധനം സ്വീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, എപ്പോഴും സൂര്യൻ എവിടെയുണ്ടെങ്കിലും നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മുന്നോട്ട് ആത്മീയ പുരോഗതി വേണമെങ്കിൽ നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അതായത് അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്നത് കൂടുതൽ സമയം മൗനം പാലിക്കുക, ഒരുപാട് ആൾക്കാരുമായിട്ട് കോൺടാക്റ്റിൽ വരാതിരിക്കുക എന്നാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുമായി നമുക്ക് സംഭാഷണം ചെയ്യേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു തരത്തിൽ സംസാരിക്കേണ്ടി വരും. അത് ശരിക്കും പൂർണ്ണമായിട്ടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേദന വരുമല്ലോ. അപ്പോൾ നമുക്ക് ഡിപ്ലോമസി സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കഴിയുന്നതും കുറച്ച് സംസാരിക്കുക, കഴിയുന്നതും കുറച്ച് സോഷ്യൽ കോൺടാക്ട്സ് വയ്ക്കുക. കൂടുതൽ ജപങ്ങളും നാമജപങ്ങളും മന്ത്രജപങ്ങളുമായിട്ട് ഇരിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സംസാരങ്ങൾ, ഇപ്പോൾ ഒരു വ്യക്തി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഞാൻ വസ്ത്രധാരണം ചെയ്തത് കാണാനായിട്ട്. അപ്പോൾ നമുക്കിത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാലും ആ വ്യക്തി എന്ത് വിചാരിക്കും? ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് വിചാരിക്കും? ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ വരുന്നതാണ് മനസ്സിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ, അതായത് കൂടുതൽ ആധ്യാത്മിക ചിന്ത ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത്തരം കൂട്ടുകെട്ടുകൾ, ഇത്തരം കണക്ഷൻസ് ഉണ്ടാവില്ല. അവർക്ക് ഇതുമായിട്ടൊന്നും വലിയ ഇതില്ല എങ്ങനെ ഇരുന്നാലും. അതുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല, പ്രത്യേകിച്ച് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആഹാരം കഴിക്കുന്നത്, അതുപോലെ ഇത്തരം കോംപ്ലിമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ, അതുപോലെ എന്നെ നിങ്ങൾ വിമർശിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എൻ്റെ ഉദ്ദേശം ഇതൊന്നുമല്ല. നമ്മുടെ ശരീരത്തിന് ഓൾറെഡി കാമം, ക്രോധം, മതം, മോഹം, ലോഭം, മാത്സര്യം എന്നീ കാര്യങ്ങൾ കൊണ്ട് ഓൾറെഡി ശരീരം കവേർഡാണ്. അതായത് നമുക്ക് ഓൾറെഡി ആവരണങ്ങളുണ്ട്. നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഓരോന്ന്, ഞാൻ ഇന്നതാണ്, ഇന്ന് ഓഫീസറാണ്, ഇന്നതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ, ഇന്നതാണ് എൻ്റെ തൊലിയുടെ കളർ, ഇങ്ങനെയാണ് എന്നെ കാണാൻ, പിന്നെ എൻ്റേതായിട്ടുള്ള ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള ആവരണങ്ങൾ ഇഷ്ടം പോലെ നമുക്കുണ്ട്. അതിൻ്റെ പുറമെ നമ്മൾ എന്തെടുത്ത് ധരിക്കുന്നു എന്നത് ഒരു അറിവുള്ളൊരു വ്യക്തിക്ക് അറിയാം. അപ്പോൾ നമ്മളിതൊന്നും സ്പർശിക്കില്ല. നിങ്ങൾ നിത്യപാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ നിങ്ങളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷന് ചേരുന്ന ഒരു യൂണിഫോം ആയിരിക്കാം നിങ്ങൾ ധരിക്കുന്നത്.
ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് അത് തോന്നുന്നുണ്ടെങ്കിൽ അത് ധരിക്കാം. പക്ഷെ അതിന് മറ്റുള്ളവരെന്ത് പറയുന്നു എന്നത് നമ്മൾ ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളെ അതൊന്നും ബാധിക്കുകയുമില്ല. പിന്നെ ഇവൻച്വലി ഇങ്ങനെയുള്ള ആൾക്കാർ അതൊക്കെ ചോദ്യങ്ങളൊക്കെ മതിയാക്കുന്നതായിരിക്കും. കാരണം അങ്ങനെയാണ് നമ്മുടെ ഓറ വർദ്ധിക്കുമ്പോൾ, ഭഗവത് കൃപയുണ്ടാകുമ്പോൾ, ഭഗവാനും നമ്മുടെ ഉദ്ദേശശുദ്ധി എത്രമാത്രം സ്മരിക്കുന്നു ഭഗവാനെ എന്നതാണ് ഭഗവാനും നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവവും. അപ്പോൾ സൂര്യനെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ, അതിലും അപ്പുറം ഭഗവാന്റെ ശ്രീരാമ അവതാരത്തെയാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സൂര്യനെ നന്നാക്കാനുള്ള ഒരു പരിഹാരവും ശ്രീരാമദാസന്മാരുടെയും ദാസനായിട്ട് നമ്മളെ കാണുക എന്നതാണ്. അതായത് ഹനുമാൻജിയെ ആരാധിക്കുക, ഹനുമാൻ ചാലിസ വായിക്കുക, അങ്ങനെ നമ്മുടെ ഈ സൂര്യൻ്റെ തത്വത്തെ വർദ്ധിപ്പിക്കാൻ, അതായത് നമ്മളിൽ ആ ഒരു ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ ഭഗവാൻ ശ്രീരാമൻ്റെ കഥകൾ വായിക്കുന്നത്, രാമായണം വായിക്കുന്നത്, കേൾക്കുന്നത്, സത്സംഗം ചെയ്യുന്നത്, ഹനുമാൻജിയുടെ കഥകൾ കേൾക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭക്തിയെപ്പറ്റി കൂടുതൽ കൂടുതൽ വായിക്കുന്നത്, അങ്ങനെ ഭക്തിരസം നിറയ്ക്കുന്നത് ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഈ ഒരു കാര്യമാണ്. ഇനി ശാക്തേയരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ത്യാഗങ്ങളെ, അതായത് നിങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വെല്ലുവിളികളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവതിയെ, ദുർഗാദേവിയെ ആരാധിക്കാവുന്നതാണ്. ഭഗവതിയും അതുപോലെ തന്നെ ഭഗവതിയും വളരെ പ്രൊട്ടക്റ്റീവാണ്. അപ്പോൾ അവതാര കാലഘട്ടങ്ങളിലും ഭഗവാൻ ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും ദേവി ആരാധന ചെയ്തിരുന്നു. പിന്നെ ഇതെല്ലാം തത്വം ഒന്നാണ്, ഇതൊന്നും വെവ്വേറെയല്ല, തത്വം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഞാൻ ഹനുമാൻ ഭക്തനല്ലേ, അപ്പോൾ എനിക്കെങ്ങനെ എന്താ പറയുക, ദേവിയെപ്പറ്റി സംസാരിക്കാൻ അത് ശരിയാണോ, എന്നോട് ഹനുമാൻ കോപിക്കുമോ, ഇങ്ങനത്തെ ചിന്തകളൊക്കെ വ്യർത്ഥമാണ്. ഇതിപ്പോൾ ഏതായാലും നിങ്ങൾ ഗണപതി ഭക്തന്മാരാണെങ്കിൽ ഭഗവാൻ ശിവനെയോ ഭഗവതിയെയോ ഭഗവാൻ ശ്രീകൃഷ്ണനെയോ പറ്റി സംസാരിക്കുന്നതിലോ കഥകൾ കേൾക്കുന്നതിലോ ഉള്ള സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിലോ യാതൊരു ദോഷവും തെറ്റുമില്ല. തത്വം ഒന്നാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റെല്ലാം നമുക്ക് ആ ഒരു അർത്ഥവും അർത്ഥശൂന്യതയും മനസ്സിലാവും ആൾക്കാർ ചർച്ച ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ ഇതാണ് ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് സൂര്യനെ പറ്റി പറഞ്ഞു തന്നത്. പക്ഷെ മോക്ഷ ത്രികോണങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എന്നതിനെ പറ്റിയും പറഞ്ഞു തരാൻ ശ്രമിച്ചത്. വളരെയധികം വിശാലമാണ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ എന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചായിട്ട് പതിയെ പതിയെ മനസ്സിലാക്കാം. പിന്നെ അറിവുകൾ അർഹിക്കുന്നവർക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. യാതൊരു തരത്തിലും ദൈവികമായിട്ടുള്ള അറിവുകൾ നിന്ദിക്കുന്നവരുടെ അടുത്ത് അത് എത്തിക്കരുത്. എനിക്ക് ഈ അറിവുകൾ തരുന്നത് ഭഗവതിയാണ്. അതുകൊണ്ട് ഞാനെപ്പോഴും ഭഗവതിയോട് കടപ്പെട്ടിരിക്കുന്നു. അത് രാമകഥകളായാലും ശ്രീകൃഷ്ണ കഥകളായാലും ഭഗവതി തന്നെയാണ് ജ്ഞാനം തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളുടെ ആത്മീയ പുരോഗതി നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലുമൊക്കെ അറിവുകൾ, അത് എത്ര ചെറുതാണെങ്കിലും അതെനിക്ക് വേണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അവസാനം വരെ ക്ഷമയോടുകൂടി കാണുന്നത്. ഡിസ്പൈറ്റ് ഓഫ് എൻ്റെ സംസാര രീതിയാണെങ്കിലും ഇതിൽ ഞാൻ വരുത്തുന്ന തെറ്റുകളും എൻ്റെ സംസാര രീതിയും എൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലവും എല്ലാം നിങ്ങൾ സഹിച്ചിട്ട് ഇതുവരെ കാണുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ആ ഒരു ആത്മീയതയിലേക്ക് എത്താൻ എവിടെ നിന്നെങ്കിലും ഒരു തുള്ളിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വെമ്പുന്ന ആത്മാക്കളായതുകൊണ്ടാണ് നിങ്ങൾക്കത് ക്ഷമയോടുകൂടി കേൾക്കാനും കണ്ടിരിക്കാനും ഒക്കെ പറ്റുന്നത്. അതുകൊണ്ട് ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജ്ഞാനം ആഗ്രഹിക്കുന്നവരെല്ലാം ദേവി പ്രൊട്ടക്റ്റ് ചെയ്യുകയും ജ്ഞാനമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ സങ്കല്പം എടുക്കുമ്പോഴും പറയുന്നത് സകല ജന സത് സങ്കല്പം സിദ്ധ്യർത്ഥം എന്നാണ്. എല്ലാവരുടെയും നല്ല സങ്കല്പങ്ങൾ സിദ്ധിക്കട്ടെ എന്ന് എല്ലാ ദിവസവും ഞാൻ സങ്കല്പം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ജ്ഞാനം കിട്ടാനാണെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വഴികൾ തുറന്നു തരട്ടെ, നല്ല ഗുരുക്കന്മാരെ ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.